ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു അൺബോക്സിംഗ് ആണ് ഓപ്പോയുടെ പുതിയ മോഡലായിട്ടുള്ള ഓപ്പോ A78 5G. ഇപ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ പറഞ്ഞാൽ ഒരു 20,000 താഴെ പ്രൈസ് റേഞ്ചിനകത്ത് ഓഫ്ലൈൻ മാർക്കറ്റിൽ, അതായത് നമ്മുടെ ഷോപ്പുകളിലൊക്കെ പോയി വാങ്ങിക്കുമ്പോൾ 5G ഫോണുകൾ വളരെ കുറവാണ് 5G ഫോൺസ്. പക്ഷേ ഓൺലൈനിൽ കുറേ ഫോണുകൾ കിട്ടും. 10,000 രൂപ മുതൽ 15,000, 16,000 രൂപയ്ക്കൊക്കെ നല്ല 5G ഫോണുകൾ കിട്ടും. അപ്പോൾ ഒരു 20,000 താഴെ പ്രൈസ് റേഞ്ചിനകത്ത് എന്താ പറയുക കിട്ടുന്ന ഒരു 5G ഫോണാണ് എന്ന് പറയുന്നത്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 18,990 രൂപയാണ്. ഓഫ്ലൈൻ ആയ കാരണം തന്നെ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. ഒരു 16,000 രൂപ ആ ഒരു പ്രൈസിൽ ഈ ഫോൺ കിട്ടും. അപ്പോൾ ഈ ഒരു പ്രൈസിന് ഈ ഫോൺ വെർത്താണോ, വാല്യൂ ഫോർ മണി ആണോ, ഈ ഫോൺ എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇതാണ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഓപ്പോ A78 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. സാധാരണ ഓപ്പോയുടെ A സീരീസ് ഫോണിനകത്ത് കാണുന്ന സെയിം ബോക്സിനോട് വരുന്നത്. ഇവിടെ മുകളിലായിട്ട് 8GB റാമിൽ 128GB ഈ ഫോണിൻ്റെ സ്റ്റോറേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോഡൽ നെയിം കൂടെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ കുറച്ച് ഡീറ്റെയിൽസ് 33 വാട്ടിൻ്റെ സൂപ്പർ വൂക്ക് ചാർജ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി, 50 മെഗാപിക്സലിൻ്റെ ക്യാമറ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ IM നമ്പർ കാര്യങ്ങൾ, മാനുഫാക്ചറിംഗ് ഡേറ്റ്, അതുപോലെ തന്നെ എത്ര 5G ബാൻഡുകളുണ്ട്, 4G കാര്യങ്ങൾ, പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഗ്ലോവിങ് ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറാണ് കേട്ടോ. അത് നമുക്ക് പെട്ടി പൊട്ടിക്കാം. അപ്പോൾ നമ്മൾ മെയിൻ ബോക്സ് ഇത്തരത്തിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നല്ല ടൈറ്റാണ്. ഇതുപോലെ സാധാരണ ഓപ്പോൻ്റെ ഫോണൊക്കെ കാണുന്ന രീതിയിലുള്ള ചെറിയൊരു ബോക്സിനകത്തുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് നമുക്കൊരു ബാക്ക് പൗച്ച് മിക്കവാറും ഉണ്ട്. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് പൗച്ച് കിട്ടുന്നുണ്ട്. പിന്നെ യൂസർ മാനുവൽ കാര്യങ്ങൾ, സിം എജക്റ്റിംഗ് ടൂളൊക്കെ അതിനകത്ത് വരുന്നത്. അതൊക്കെ മാറ്റി വയ്ക്കാം. ഇതാണ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. നമുക്കൊരു 33 വാട്ടിൻ്റെ ഒരു ചാർജിങ് അഡാപ്റ്റർ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ടൈപ്പ് C ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോൺ വാങ്ങിക്കുന്നത് നമുക്ക് കിട്ടുക. അതായത് ഒരു ബാക്ക് പൗച്ച് കിട്ടുന്നുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഒരു ചാർജിങ് കേബിൾ, ചാർജിങ് അഡാപ്റ്റർ. അവർ പൊളിച്ചിട്ട് നമുക്ക് ബാക്കിയതായി നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഓപ്പോ A78 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ റിയൽമി 10 പ്രോയോ റിയൽമി 10 ഒക്കെ ആയിട്ട് നമുക്ക് 10 Pro Plus ഒക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ സാദൃശ്യമുള്ള ഒരു ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന ഓപ്പോയും വിവോയും റിയൽമിയും ഒരു തന്നെ എല്ലാ ഫോണിനും ഇപ്പോൾ കാണുന്ന 2 വലിയ ഉണ്ട ക്യാമറ ആയിട്ടുള്ള ഡിസൈൻ തന്നെ വരുന്നുണ്ടോ. അതിൽ ഡിസൈനിലൊന്നും ഒന്നും പറയാനില്ല, നല്ല ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്ത് കണ്ടോ, ക്യാമറയുടെ ഭാഗത്ത് ഇവിടെ ഒരു ഗ്ലോസി ആയിട്ട്, ഇവിടെ ഒരു മാറ്റ് ഫിനിഷ് ഒക്കെ ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. നല്ല രസമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഓപ്പോയുടെ ഫോൺ ഡിസൈനൊക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കും. അതിൻ്റേതായ ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കയ്യിൽ പിടിക്കുമ്പോഴും അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള, നല്ല ഹാർഡായിട്ടുള്ള ഒരു ഫോണിൻ്റെ ഒരു ഇതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഓപ്പോ എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം കൊടുക്കുന്നുണ്ട്. ക്യാമറ നോക്കുകയാണെങ്കിൽ 2 ക്യാമറയും അത്യാവശ്യം കുറച്ച് പുറത്തേക്ക് പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോൺ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് പൗച്ച് ഇട്ട് എന്തായാലും ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടാനോ അല്ലെങ്കിൽ ഇവിടെ സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പുറത്ത് പെയിൻ്റൊക്കെ പോകാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. ഇവിടെ ഇന്നോവേറ്റീവ് ഐ ക്യാമറ എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതാണ് മാറ്റ് ഫിനിഷാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റുകൾ അഴുക്കുകളൊന്നും പതിഞ്ഞിരിക്കുന്നില്ല. ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം ഫിംഗർ പ്രിൻറ്റുകളൊക്കെ അഴുക്കൊക്കെ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ കാണുന്ന പോലെ ആവുന്നുണ്ട്. എന്നാലും ഡിസൈൻ വൈസ് ഓവറോൾ നല്ല ഭംഗിയുണ്ട്. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ആരും നോക്കി പോകുന്ന ഡിസൈൻ തന്നെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫോൺ 3 കളറിൽ വരുന്നുണ്ട് കേട്ടോ. സൈഡിൽ നോക്കുമ്പോൾ ബോക്സ് ഡിസൈനാണ് വരുന്നത്. സാധാരണ ഇപ്പോൾ എല്ലാ ഫോണിനും വരുന്ന പോലെ സെയിം ഒരു ബോക്സ് ഡിസൈൻ കൊടുക്കുന്നുണ്ട്. താഴെ സ്പീക്കർ ഗ്രിൽ വരുന്നുണ്ട്, ടൈപ്പ് C ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, മൈക്രോഫോണിൻ്റെ ഹോൾ, 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകൾ വരുന്നുണ്ട്, സിം കാർഡ് ഹോൾഡർ വരുന്നുണ്ട്. മുകളിൽ ക്ലീനാണ്. അപ്പോൾ സെറ്റപ്പ് ആയി വരാൻ അത്യാവശ്യം ടൈം എടുത്തു, 2 മിനിറ്റോളം എടുത്തു. അപ്പോൾ ഇതാണ് ഓപ്പോ A78 5G സ്മാർട്ട് ഫോൺ ഓണായി വരുമ്പോൾ ഇതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. ബ്രൈറ്റ്നസ് ഇപ്പോൾ ഏറ്റവും കുറവിൽ എടുക്കുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്, നല്ല ലൈറ്റും വെളിച്ചമൊക്കെ ഉള്ള ഫോൺ തന്നെയാണ് കേട്ടോ. നമുക്ക് കുറച്ചിടാം, ഒരു പകുതിയിലിടാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. താഴെ അത്യാവശ്യം വലിയ ബെസൽസ് വരുന്നുണ്ട്, സൈഡൊക്കെ നൈസ് തന്നെയാണ് വരുന്നത്. മുകളിലൊരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത് കേട്ടോ. ഇതിന് ഈ ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 19,000 രൂപ പ്രൈസുള്ള ഫോണാണ്. പിന്നെ ഓപ്പോൻ്റെ ഫോൺ സാധാരണ 5 ഹോൾ ക്യാമറ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഇതൊരു കുറവായിട്ട് വേണമെങ്കിൽ പറയാം. നോക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് പറയാം. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ HD+ ഉള്ളൂ, ഫുൾ HD+ റെസൊല്യൂഷൻ ഒന്നും വരുന്നില്ല. അപ്പോൾ അതും ഒരു കുറവ് തന്നെയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഒരു AMOLED ഡിസ്പ്ലേ ഒന്നും കൊടുത്തില്ലെങ്കിൽ കൂടി ഒരു ഫുൾ HD+ റെസൊല്യൂഷൻ ആണെങ്കിൽ കൊടുത്തിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായേനെ. പക്ഷേ നമുക്ക് കാണുമ്പോൾ ഒന്നും അറിയില്ല കേട്ടോ. നല്ല ക്വാളിറ്റി, നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെ കിട്ടുന്നുണ്ട്. നമ്മളൊക്കെ നല്ല സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴൊക്കെ ആയാലും നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ 90 Hz റിഫ്രഷ് റേറ്റ് ഈ ഫോൺ ഡിസ്പ്ലേക്ക് അത് വരുന്നുണ്ട്. അതുപോലെ ഈ ഫോണത് അനാവശ്യമായിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ അധികം ഇല്ല കേട്ടോ, വളരെ കുറച്ച് കാണുന്നുള്ളൂ. അധികം ആപ്സ് ഒന്നും കാണാനില്ല. നോട്ടെ, 1 2 3 4 ആപ്പ് മാത്രമേ അതിനകത്ത് അനാവശ്യമായിട്ട് വരുന്നുള്ളൂ. അത് നല്ലൊരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ ഇറങ്ങുന്ന പല ഫോണിലും അൺബോക്സ് ചെയ്യുമ്പോഴും 10 12 13 ആപ്പ് കുത്തി നിറച്ച് വയ്ക്കാറുണ്ട്.
ഇത് എന്തായാലും ഓപ്പോ കുറച്ചുണ്ട്, നല്ലൊരു കാര്യമാണ്. ഇനി നമുക്ക് സെറ്റിംഗ്സിനകത്ത് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം. സെറ്റിംഗ്സിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ അബൌട്ട് ഡിവൈസിനകത്ത് കയറി കഴിഞ്ഞാൽ ഇത് ColorOS വേർഷൻ 13 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ColorOS ആണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് വേർഷൻ 13 ആണ്. ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് വേർഷൻ 13 ഇറങ്ങുന്ന സ്മാർട്ട് ഫോണാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നല്ലൊരു കാര്യമാണ്. ഏറ്റവും പുതിയ OS ഒക്കെ കിട്ടുന്നുണ്ടെന്നുള്ളതും നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ ഫോണിൻ്റെ മോഡൽ നെയിം Oppo A78 5G എന്ന് കൊടുത്തിട്ടുണ്ട്. 128 GB ആണ് ഫോണിൻ്റെ സ്റ്റോറേജ് എന്ന് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഫോൺ എത്ര എടുത്തു, ബാക്കി സ്റ്റോറേജ് എത്ര എടുത്തു കൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. CPH നമ്പർ. പിന്നെ ഈ ഫോണിൻ്റെ പ്രോസസർ എന്ന് പറയുന്നത് Dimensity 700 എന്ന് പറയുന്ന ഒരു പ്രോസസറാണ്. ഒരു ഗംഭീര പ്രോസസർ ഒന്നല്ലെങ്കിൽ കൂടി 5G ആണ്, 5G റെഡി ആയിട്ടുള്ള ഒരു പ്രോസസറാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു 7ഓളം 5G ബാൻഡുകളൊക്കെ ഈ ഫോണിനകത്ത് വരുന്നുണ്ട്. ഒരു മീഡിയം ലെവലിൽ നമുക്ക് ഗെയിം കളിക്കാനും ഇറങ്ങിയ കാര്യങ്ങൾക്ക് പറ്റും. ഈ ഒരു പ്രോസസ്സർ നല്ല തന്നെയാണ് വരുന്നത്. ഓഫ്ലൈൻ മോഡലിൽ നമുക്കൊരു 20,000 മുകളിലേക്ക് വന്നിരുന്ന പ്രോസസ്സറാണ്. ഇവിടെ നമുക്ക് ഓഫ്ലൈനിൽ ഇപ്പോൾ 120K വന്നിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ ഓൺലൈനിൽ നമുക്ക് 12,000 13,000 രൂപയ്ക്കും ഈ ഒരു പ്രോസസ്സറുള്ള ഫോണുകൾ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗെയിമിങ്ങിനൊക്കെയാണ് നിങ്ങൾ മെയിൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇത് അത്ര പോരാന്ന് പറയാം. പക്ഷേ സാധാരണ ഡേ ടു ഡേ ആക്ടിവിറ്റികൾ, സാധാരണ നമ്മുടെ ബ്രൗസിങ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയാം. പിന്നെ 5000 mAh ബാറ്ററി ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജും കൊടുക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. സ്ക്രീൻ സൈസും കാര്യങ്ങളൊക്കെ ഒരുവിധം ഫോണിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇവിടെ അബൌട്ട് ഫോണിനകത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. പിന്നെ 8 GB റാം ഇവിടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് 8 GB റാമിലൂടെ നമുക്ക് റാം എക്സ്പാൻഷൻ 8 GB റാം വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ മൊത്തം 16 GB റാം എഫക്റ്റീവ് റാമിൽ നമുക്ക് ഈ ഫോൺ യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഒരു വെർച്വൽ റാമാണ് കേട്ടോ. പിന്നെ ഇവിടെ ക്യാമറയുടെ കാര്യങ്ങൾ 50 MP ക്യാമറ, ബാക്കിൽ 8 MP ഫ്രണ്ട് ക്യാമറയാണ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ക്യാമറ ജസ്റ്റ് നമുക്ക് ഫോട്ടോ എടുത്ത് നോക്കി കാണിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ മൊത്തത്തിൽ ഫീച്ചേഴ്സ്. അബൌട്ട് ഫോണിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ. ഇപ്പോൾ പെർഫോമൻസിൻ്റെ ഭാഗത്ത് കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ 8 GB റാമൊക്കെ ഉള്ള കാരണം നമുക്ക് മൾട്ടിപ്പിൾ ആക്ടിവിറ്റികളും അതുപോലെ ഹാങ് ആവുകൊണ്ടൊക്കെ കുറേ ഉപയോഗിക്കാം. പിന്നെ ഓപ്പോൻ്റെ ഫോണും നമ്മൾ അൺബോക്സിങ് പറയുന്ന ഒരു കാര്യമുണ്ട്, പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരില്ല, ഒരു 2-3 കൊല്ലത്തേക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനത്തെ യൂസിംഗ് ഒക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ. അടുത്തായിട്ട് ക്യാമറ നോക്കാം. 50 MP ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. ഓപ്പോൻ്റെ ക്യാമറയാണ്, അത്ര മോശമാക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ജസ്റ്റ് ലൈവായിട്ടൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു കേട്ടോ. ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ഒക്കെ കിട്ടുന്ന ഒരു ഫോട്ടോ ആണ്. ഇപ്പോൾ തീരെ വെളിച്ചൊന്നും ഇല്ലാത്ത ഭാഗമാണ്. റിയർ ക്യാമറ കുഴപ്പമില്ല എന്ന് പറയാം. ഇപ്പോൾ നിങ്ങളുടെ മെയിൻ യൂസിങ് ക്യാമറയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും കടലൊക്കെ പോയി നോക്കി ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എടുത്താൽ മതി കേട്ടോ. ഇവിടെ നമുക്ക് വീഡിയോ മോഡ് വരുന്നുണ്ട്. വീഡിയോ നമുക്ക് 1080 നമുക്ക് 60 FPS മാക്സിമം റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റെക്കോർഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ 2x സൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോട്ടോ മോഡ് വരുന്നുണ്ട്. പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്. ബൊക്കെ മോഡിൻ്റെ നമുക്ക് അളവ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. പിന്നെ മോർ സെറ്റിങ്സിനകത്ത് ഇവിടെ പ്രൊഫഷണൽ മോഡ്, എക്സ്ട്രാ HD മോഡ്, പനോരമ മോഡ്, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, സ്റ്റിക്കർ, സ്കാനർ, അങ്ങനെ കുറച്ച് ഇതൊക്കെയാണ് ഒരു ക്യാമറയ്ക്കകത്ത് കൊടുത്തുള്ളത്. ഫ്രണ്ട് ക്യാമറ 8 MP വരുന്നുള്ളൂ. ഇതൊരു 16 MP കൊടുത്തിരുന്നതിൽ ഒന്നുകൂടി നന്നായിരുന്നു കേട്ടോ. 8 MP ക്യാമറ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് പോർട്രേറ്റ് മോഡിലും ഫോട്ടോ മോഡിലും ഓരോ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതിപ്പോൾ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. ഇത് സെൽഫി ക്യാമറ. അത്യാവശ്യം 8 MP ആണെങ്കിൽ കൂടി നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം വെളുപ്പിച്ചിട്ടൊക്കെ കിട്ടുന്നുണ്ട്. മുഖക്കുരും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് 8 MP ആണെങ്കിൽ കൂടി അത്യാവശ്യം നല്ലൊരു സെൽഫി കിട്ടുന്നുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ക്യാമറയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ക്യാമറയാണ് നിങ്ങളുടെ മെയിൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ ഫോൺ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല ഡിസൈനൊക്കെ ഉള്ള ഫോണാണ്. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ 5G ആണ്, 5G റെഡിയാണ്. കാരണം 5G ഫോൺ ഇനി എടുത്താൽ മതി. 15,000 രൂപയ്ക്ക് മുകളിലേക്ക് നിങ്ങൾ ഫോൺ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് 5G എടുത്താൽ മതി. കാരണം 5G എത്തി, നമ്മുടെ നാട്ടിലൊക്കെ 5G എത്തി. നമ്മൾ വരുന്നു പറഞ്ഞ് നിൽക്കായിരുന്നു. 5G എത്തി. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 5G ഫോൺ എടുക്കുക, എപ്പോഴും നോക്കി വാങ്ങിക്കുക. 4G ഫോണിൽ ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡിസ്പ്ലേ, AMOLED ഡിസ്പ്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നല്ല ഫീച്ചേഴ്സ് കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ 4Gക്ക് പോയാൽ മതി. മാക്സിമം 15,000 രൂപയ്ക്ക് മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ 5G മാത്രം എടുക്കാൻ നോക്കുക ഇനി മുതൽ. അല്ലാത്ത രീതിയിൽ തിരക്കേടില്ലാതെ ഒരു 2-3 കൊല്ലമൊക്കെ അടിച്ചു പൊളിച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫോണായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പ്രൈസ് കുറച്ച് കൂടുതലാണ്. പക്ഷേ ഓഫ്ലൈൻ ആയ കാരണം ഡിസ്കൗണ്ടും ഗിഫ്റ്റുകളൊക്കെ ചോദിച്ച് വാങ്ങിച്ചിട്ടെടുത്തോളൂ. തിരക്കൂട്ടി ഫോൺ എടുക്കരുത്. 2-3-4 കടയിലൊക്കെ പോയി ചോദിച്ച് വിലയൊക്കെ ചോദിച്ച് അന്വേഷിച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് വേറെ മറ്റ് ബ്രാൻഡുകളുടെ ഫോണിലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഈ ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് എ ലോട്ട്.